പക്ഷേ അത് ആദ്യത്തെ അഖിൽമാരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയെ ചിലപ്പോൾ ജനങ്ങൾ അംഗീകരിച്ചേനെ. പക്ഷേ രണ്ടാമത് രൂപം മാറി രണ്ടാം വേഷം വന്നപ്പോഴത്തേക്കും താങ്കളെ ഒരു കാരണവശാലും ജനങ്ങൾ അംഗീകരിക്കാത്ത അവസ്ഥയായി. ഈ പബ്ലിസിറ്റിക്ക് വേണ്ടി താങ്കൾ ഇന്ന് എന്തൊക്കെയോ കുറയ്ക്കുന്നു എന്നേ ജനങ്ങൾ ഇനി പറയൂ. കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും സ്ഥാനം കൊടുക്കുകയില്ല. കാരണം അവർക്ക് ഇത്തിരി കൂടി വിവരമുണ്ട്. ജനങ്ങൾ പൊട്ടന്മാരല്ല. അഖിൽമാരാർ ഉരുണ്ട് കളിക്കുകയാണ്. ഒരു വീഡിയോ കണ്ടുവരാം. ഹാഷ്മി നമസ്കാരം. ജനകീയ കോടതിയിലേക്ക് ഹാഷ്മിയെ ക്ഷണിക്കുമ്പോൾ ഞാൻ വന്നത് ഞാൻ ഒരു വിദ്യായതുകൊണ്ടല്ല. എൻ്റെ ഉള്ളിൽ ഉറച്ച സത്യവും നീതിയും ഉണ്ടായതുകൊണ്ടും എനിക്ക് പറയാനുള്ള സത്യങ്ങൾ പറയാനുള്ള ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ്. ഹാഷ്മി അവിടെ നെറുകേട് കാണിക്കുമെന്നും ഇന്നലെ എനിക്ക് ഞാനുമായി ഉണ്ടായ സംവാദത്തിൽ ഹാഷ്മി ഉണ്ടായ ക്ഷീണം തീർക്കാൻ വേണ്ടി ഹാഷ്മി നെറുകേട് കാണിക്കുമെന്ന് എൻ്റെ പല സുഹൃത്തുക്കളും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞല്ല, ഹാഷ്മി നല്ല മാധ്യമപ്രവർത്തനം, അദ്ദേഹം ചെയ്യില്ല എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ നിങ്ങൾ ഈ പരിപാടിയിൽ അതിഥിയായി വിളിച്ച ആൾക്കാരോട് എനിക്കിത് എന്തൊക്കെ സംസാരിക്കണമെന്നും ഏതൊക്കെ ഭാഷയിൽ സംസാരിക്കണമെന്നും നിങ്ങൾ പറഞ്ഞത് കേട്ടപ്പോഴാണ് എനിക്ക് നിങ്ങളുടെ ഉള്ളിലെ പകയും വിദ്വേഷവും എനിക്ക് മനസ്സിലായത്. അതിനുശേഷമാണ് നിങ്ങൾ വൃത്തികെട്ടവരാണ് ഞാൻ തിരിച്ചറിയുന്നത്. ഇവിടെ നിങ്ങൾ എന്നെ ഈ പരിപാടിയിലേക്ക് വിളിച്ചിട്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ ചോദിക്കേണ്ടിരുന്നതും അല്ലെങ്കിൽ എന്നെ പൊളിച്ചെടുക്കേണ്ടിരുന്നതും എൻ്റെ നിലപാടുകൾ എന്തൊക്കെയായിരുന്നു, ആ നിലപാടുകൾ എത്രത്തോളം ഞാൻ മാറ്റി പറഞ്ഞതും ആ മാറ്റി പറഞ്ഞ നിലപാടുകളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്നായി പൊളിച്ചു നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഹാഷ്മി ക്ഷേക്കാൻ തന്നെ. പകരം ഹാഷ്മി എന്താണ് ചെയ്തത്? എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ നിഷ്പക്ഷമായി പറഞ്ഞ ഒരു രാഷ്ട്രീയത്തെ എടുത്ത് പറഞ്ഞു വെച്ചുകൊണ്ട് ബിജെപിയുടെ രാഷ്ട്രീയമെന്നും ഭാരതത്തിന്റെ രാഷ്ട്രീയമെന്നും പറഞ്ഞുകൊണ്ട് വിഷയത്തിൽ അവിടെ തുടങ്ങിയ വിഷയത്തിൽ അവസാനം വരെ ഹാഷ്മി പോയിക്കൊണ്ടിരുന്നത് എന്നെ ഒരു ബിജെപി കാരനാക്കി വരുത്തി തീർക്കാനുള്ളതായിരുന്നു. എനിക്ക് താല്പര്യമില്ലാത്ത ഒരു രാഷ്ട്രീയത്തിന്റെ വക്താവാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചപ്പോൾ തന്നെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ഞാൻ ഒരു ബിജെപിയുടെ വക്താവല്ല. ഹാഷ്മി എനിക്ക് മറുപടി പറയേണ്ട കാര്യമില്ല. പക്ഷേ സത്യവും ശരിയും എപ്പോഴൊക്കെ ബിജെപിയുടെ ഒപ്പം നിന്നിട്ടുണ്ടോ, സത്യവും ശരിയും എപ്പോഴൊക്കെ എൻ്റെ രാജ്യത്തിനൊപ്പം നിന്നിട്ടുണ്ടോ, അപ്പോഴൊക്കെ ഞാൻ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ നിലപാട് സ്വീകരിക്കുമ്പോൾ അത് ഹാഷ്മിക്ക് പൊള്ളുന്നത് ഹാഷ്മിയുടെ ഉള്ളിൽ കിടക്കുന്ന വൃത്തികെട്ട രാഷ്ട്രീയം മറ്റൊന്നായതുകൊണ്ടാണ്. രാവിലെ വന്നത് ബിജെപി അനുകൂലിച്ചും, ഉച്ചയ്ക്ക് വന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുകൂലിച്ചും, രാത്രി വന്നത് കോൺഗ്രസ് അനുകൂലിച്ചും, പിറ്റേ ദിവസം വി ഡി സതീശനെ തള്ളിപ്പറഞ്ഞു, ഉച്ചയ്ക്ക് വി ഡി സതീശനെ അനുകൂലിച്ചും, വൈകുന്നേരം നരേന്ദ്രമോദി പൂർത്തിയും പിറ്റേ ദിവസം നരേന്ദ്രമോദി തെറിവിളിച്ചും, അല്ലെങ്കിൽ പിണറായി വിജയനെ അനുകൂലിച്ചും പിണറായി വിജയനെ തെറിവിളിച്ചും ഒക്കെ സംസാരിച്ച് ശീലമുള്ള ഹാഷ്മി എന്നോട് ചോദിക്കുകയാണ് അഭിപ്രായങ്ങളിൽ ഉറച്ചിരിക്കുന്നുണ്ടെന്നും. ഞാൻ തിരിച്ച് ഹാഷ്മിയോട് ചോദ്യം ചോദിച്ചു. ഞാൻ മാറ്റി പറഞ്ഞ 5 അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് പോകും ഹാഷ്മി എന്ന് പറഞ്ഞപ്പോൾ ഹാഷ്മി എടുത്തതായി പറഞ്ഞത് ബിഗ് ബോസിൽ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോയില്ല എന്നുള്ളതാണ്. ഈ ബിഗ് ബോസിൽ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞതും ബിഗ് ബോസിൽ ഞാൻ പോകുമെന്ന് പറഞ്ഞതും ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് തന്നെയാണ് എന്നുള്ളത് ഞാൻ വളരെ കൃത്യമായി പണ്ടേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലും എന്റെ ജീവിതത്തെയും എന്റെ കുടുംബത്തെയും മാത്രം വ്യക്തിപരമായി മാത്രം ബാധിക്കുന്ന ഒരു വിഷയത്തിൽ, പൊതുസമൂഹത്തിൽ ഒന്നും ബാധിക്കാത്ത ഒരു വിഷയത്തിൽ ഞാൻ നാളെ അഭിപ്രായം പറഞ്ഞു മറ്റൊരാൾക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്തിട്ടില്ല. മറ്റൊരാൾക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു അഭിപ്രായ നിലപാട് വ്യത്യാസവും ഞാൻ സ്വീകരിച്ചിട്ടില്ല. എനിക്ക് ഞാൻ ഉയർത്തിയ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാൻ ഹാഷ്മി തയ്യാറായോ? ഹാഷ്മി ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്? ഹാഷ്മിക്ക് സാബു ജേക്കബിന്റെ കയ്യിൽ നിന്ന് എത്രയാണ് കിട്ടിയത്? കിറ്റക്സ് ആണോ യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലവിൽ 24 ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് സാബു ജേക്കബിനെതിരെ ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ ഒരു ചോദ്യം പോലും ചോദിക്കാതെ, സാബു ജേക്കബിനെതിരെ ഞാൻ പറഞ്ഞ വിഷയങ്ങളിൽ ഒരു തവണ പോലും സംസാരിക്കാതെ നിങ്ങൾ ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിച്ചത്? യഥാർത്ഥത്തിൽ എന്തായിരുന്നു ഈ എനിക്കെതിരെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ഉന്നയിക്കേണ്ട വിഷയം? എന്തുകൊണ്ട് ഞാൻ ബിജെപിയിലേക്ക് പോയി? കോൺഗ്രസ് അനുകൂല നിലപാട് സ്വീകരിച്ചത് ഞാൻ എന്തുകൊണ്ട് ബിജെപിയിലേക്ക് പോയി എന്നൊരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം. അവിടെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കൊട്ടാരക്കരയിൽ കൊടുക്കുന്ന സുരേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ കാര്യങ്ങളും ഇതിന് മുൻപ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തിച്ച സമയത്ത് കൊടുക്കുന്ന സുരേഷ് ചെയ്ത കാര്യങ്ങളും ഉൾപ്പെടെ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു, എന്റെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു, ഇതൊക്കെ പുറത്തുവിടാൻ നിങ്ങൾ മാന്യത കാണിച്ചോ? ഇല്ല. പകരം നിങ്ങൾ മൈക്കിന്റെ വോളിയം കൂട്ടി വെച്ച് എന്റെ മൈക്കിന്റെ വോളിയം താഴ്ത്തി വെച്ച് അടിച്ചാക്ഷേപിക്കുന്ന രീതി ആവർത്തിച്ച് നിങ്ങൾ എന്നോട് സംസാരിക്കുമ്പോഴും ഞാൻ നിങ്ങളുടെ പറഞ്ഞ കാര്യങ്ങളെങ്കിലും ഒന്ന് പുറത്തുവിടാനുള്ള മാന്യത നിങ്ങൾക്ക് കാണിക്കാമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ കണ്ടത് അഖിൽമാരാറുടെ വീഡിയോ ആണ്. വളരെ ക്ഷേമമായി ഉള്ള അഖിൽമാരാറുടെ വീഡിയോ. അപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, ആദ്യം കോൺഗ്രസ്സിൽ അഖിൽമാരാർ കോൺഗ്രസിനെ പൊക്കി പറയുകയും അതിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്തു. അതിനുശേഷം 2020 ചേക്കേറി BJP 2020 സീറ്റ് നേടുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ 2020 നിന്നും പുറത്ത്. സത്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ ചീപ്പ് പബ്ലിസിറ്റിയാണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അഖിൽമാരാർ കാണിച്ചത് ബിഗ് ബോസ് പോലെയാണ് ഈ രാഷ്ട്രീയം എന്നോർത്താണ് കയറിയത്. കാരണം അതിൻ്റെ അകത്ത് ബിഗ് ബോസിൻ്റെ അകത്ത് ആരെങ്കിലും കുറ്റം പറഞ്ഞത് ആത്ത് കളഞ്ഞാൽ മതി, പ്രൈസ് കിട്ടും എന്ന് പറഞ്ഞാണ്. പക്ഷേ രാഷ്ട്രീയം എന്നത് ജനമനസ്സറിയണം, അല്ലെങ്കിൽ ഈ ഒരു മീഡിയ അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ ഒരു ചാനൽ വഴി മാത്രം എടുക്കാമെന്നാണ് പുള്ളിക്കാരൻ കരുതിയത്. അത് തെറ്റായ ഒരു നിബന്ധനയായിപ്പോയി. അതുപോലെ തന്നെ ഈയിടെ 24 ചാനലിൽ ഒരു അഭിമുഖം ഉണ്ടായിരുന്നു. ഹാഷി ഒരു മാധ്യമപ്രവർത്തകൻ, നല്ല രീതിയിൽ നമ്മളൊക്കെ വാർത്ത വായിച്ച് കേൾക്കുന്ന ഏക 24 ഒരു വ്യക്തി കൂടിയാണ്. നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയുക, അല്ലെങ്കിൽ ഏതൊരു കാര്യവും വെട്ടിത്തുറന്ന് പറയുന്ന ഹാഷ്മി എന്ന ആളുമായിട്ടായിരുന്നു അഭിമുഖം. അത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് പുള്ളിക്കാരൻ അറുത്ത് മുറിച്ച് ഓരോ കാര്യങ്ങൾ 4 ലക്ഷം രൂപയുടെ കാര്യം ചോദിക്കുമ്പം അഖിൽമാരാർ ഉരുണ്ട് കളിക്കുകയാണ്. പുള്ളിക്കാരൻ റീച്ചായിട്ട് നിൽക്കണം, താഴെ പുള്ളിക്കാരൻ്റെ കൂടെ നിൽക്കുന്ന ആർക്കും ഒന്നും ആവരുത് എന്ന ചിന്തയാണ് സത്യം പറഞ്ഞാൽ അഖിൽമാരാർക്കുള്ളത്. പുള്ളിക്കാരൻ്റെ ഒരു വാഹനം വിറ്റ് പുള്ളിക്കാരൻ പൈസ കൊണ്ടുവന്ന് ഹാഷ്മീമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് 4 ലക്ഷം രൂപ 2020 കൊടുത്തു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കാര്യം, പുള്ളിക്കാരൻ ആഗ്രഹിച്ച സ്ഥാനം കിട്ടാഞ്ഞിട്ട് പാർട്ടിക്കാരെ തള്ളി പറയുമ്പോൾ പാർട്ടിക്കാർ സ്വാഭാവികമായിട്ട് പുറത്താക്കും. അതാണ് ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്നത്. കാരണം പുള്ളിക്കാരൻ റീച്ചായിട്ട് നിൽക്കണം, താഴെ പുള്ളിക്കാരൻ്റെ കൂടെ നിൽക്കുന്ന ആർക്കും ഒന്നും ആവരുത് എന്ന ചിന്തയാണ് സത്യം പറഞ്ഞാൽ അഖിൽമാരാർക്കുള്ളത്. അത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. കാരണം BJPയുടെ കൂടെ നിന്ന് അല്ലെങ്കിൽ തൃക്കാക്കരയിൽ മത്സരിച്ച് വിജയിക്കുമെന്ന് ഉറപ്പോടെ പുള്ളിക്കാരൻ മത്സരിച്ചതാണ്. എല്ലാ വ്യക്തികളും അങ്ങനെ തന്നെയാണെങ്കിലും പക്ഷെ തോക്കുമെന്നാണ് പുള്ളിക്കാരൻ്റെ ഉപബോധ മനസ്സിൽ ഉണ്ടാവണം. അതാണ് ഒരു രാഷ്ട്രീയം എന്നത്. കാരണം രാഷ്ട്രീയം എന്നത് ജനങ്ങളുടെ പത്യമാണ്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന നേതാക്കളാണ് എപ്പോഴും രാഷ്ട്രീയക്കാർ. അല്ലാതെ ഇന്നോ ഇന്നലെയോ ബിഗ് ബോസ് അഭിനയിച്ച് ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞ് ഓടിക്കയറിയിട്ടൊന്നും ഒരു കാര്യമില്ല. അല്ലെങ്കിൽ സിനിമയും ജീവിതവും രാഷ്ട്രീയവും തമ്മിൽ രാപകൽ വ്യത്യാസമുണ്ട്. മൂന്ന് ധ്രുവങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ ഓടിക്കയറിയാൽ മതിയല്ലോ രാഷ്ട്രീയ നേരെ ഈ തമിഴ്നാട് പോലെ ഓടിക്കയറിയാൽ മതി. ഓടിക്കയറാൻ അങ്ങനെ കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും സ്ഥാനം കൊടുക്കുകയില്ല. കാരണം അവർക്ക് ഇത്തിരി കൂടി
വിവരമുണ്ട്. കാരണം പാർട്ടിയുടെ തലപ്പത്തല്ല, ഓരോന്ന് ചെയ്യുന്ന പ്രവൃത്തി പോലെയാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുക. അഖിൽമാരാരോട് എനിക്ക് പറയാനുള്ള കാര്യം, ബിഗ് ബോസിൽ കളിച്ച് നിങ്ങൾ ഭ്രാന്ത് കാണിച്ച് ജനങ്ങൾ അല്ലെങ്കിൽ അവിടുന്ന് ഒരു കപ്പ് കിട്ടി അല്ലെങ്കിൽ ഞാൻ ഇന്ന നിലയിലാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അഖിൽമാരാറായിട്ട് ജീവിച്ച് നിന്ന സമയത്തുള്ള ആൾക്കാരാണ് നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചത്. നിങ്ങളിപ്പോൾ 3 പാലം മാറി മാറി കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് സീറ്റ് കിട്ടില്ല എന്ന് അറിഞ്ഞപ്പോൾ അവിടുത്തെ വിദ്വേഷം കാണിച്ചു. അത് കഴിഞ്ഞ് BJP വന്നു, BJP സീറ്റ് കിട്ടുകയും ചെയ്തു, അവിടെ നിൽക്കുകയും ചെയ്തു, എന്നിട്ട് അവരെ തള്ളി പറയുകയും ചെയ്തു. ഇതാണോ സത്യം പറഞ്ഞ ഒരു ഒരു ജനങ്ങളുടെ നേതാവാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ചെയ്യേണ്ട? ഇതൊന്നുമല്ല, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് പാർട്ടിയുടെ ആവശ്യം പോലും സത്യം പറഞ്ഞാൽ ഇല്ല. ഒരു പാർട്ടിയിലും നിൽക്കാതെ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പ്രവർത്തിക്കുകയാണ് എങ്കിൽ, അത് ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം ഉറപ്പിച്ചു എങ്കിൽ നിങ്ങൾക്ക് ഒരു പാർട്ടിയുടെ പിന്തുണയില്ലാതെ ജയിക്കാം. പക്ഷേ ഈ ഇങ്ങനെ ബഹളം വെക്കുവോ അല്ലെങ്കിൽ ഹാഷ്മിയോട് ചൂടാവുമോ? ഇപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഉണ്ട് ഈ ഹാഷിയെ പറ്റി. കാരണം പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിച്ചില്ല. അതാണ് ഈ അഖിൽമാരാർ. കാരണം വിൽക്കുകയാണ്. ഓരോ ചോദ്യങ്ങളും കടിച്ചാൽപ്പെട്ടാത്ത ചോദ്യങ്ങൾ ഹാഷ്മി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തിരിച്ച് പ്രതികരിക്കാനുള്ള ഇതില്ല. കാരണം നുണയാണ് അവിടെ പറയുന്നത് നമ്മുടെ അഖിൽമാരാർ. അങ്ങനെ പലയിടത്തും നുണ പറഞ്ഞ് പല ജനങ്ങളെയും വിലയിരുത്താൻ ഒരിക്കലും സാധിക്കുകയില്ല. കാരണം ജനങ്ങൾ കണ്ണടച്ചിരുട്ടാക്കുന്നവരല്ല കൂടുതലും. കാരണം അഖിൽമാരാർ എന്ന് പറയുന്ന വ്യക്തി ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ജനങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്. ജനങ്ങളത് നിങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം നിങ്ങൾക്ക് കുറേ റീച്ചായി അല്ലെങ്കിൽ കുറേ ജനങ്ങളുടെ ഇടയ്ക്കിലേക്ക് കുറേ ചാനൽ മുഖാന്തരം കുറേ പബ്ലിസിറ്റി കിട്ടാനായിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ഓരോന്ന് ചെയ്യുന്നു. അതേസമയം സത്യമതല്ലെന്നുള്ള കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. സത്യസന്ധമായ കാര്യങ്ങൾ അതല്ലെന്നും ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അഖിൽമാരാർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇത് കേൾക്കാനായിട്ട് കുറേ ആൾക്കാരുണ്ടാവും നിങ്ങളുടെ കൂടെ, ഇല്ലെന്ന് പറഞ്ഞു. പക്ഷേ ജനങ്ങൾ പൊട്ടന്മാരല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയില്ല. നിങ്ങൾക്കുള്ള ഫണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പൈസ നിങ്ങളായിട്ട് തന്നെ ഇറക്കിയാൽ മാത്രം മതി. അത് ജനങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ മതി. അത് ജനങ്ങൾ ചിഹ്നം നോക്കി കുത്തുകയില്ല. കാരണം ജനങ്ങൾക്ക് എന്ത് ചെയ്യുന്നു എന്നാണ് ജനങ്ങൾ നോക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഇപ്പം 2020 കുറ്റം പറഞ്ഞു, കോൺഗ്രസ്സുകാരെ കുറ്റം പറഞ്ഞു, അല്ലെ അടുത്ത പാർട്ടിയെ കയറി BJP കുറ്റം പറഞ്ഞു, ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടായി അന്നേരം വില നിങ്ങളുടെ പോവാണ്. കാരണം അഖിൽമാരാർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് നല്ലൊരു വില ഉണ്ടായിരുന്നു. അത് നിങ്ങളായിട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ. കാരണം നിങ്ങളായി ജീവിക്കാതെ നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞ് കയറുകയാണ്. കാരണം നിങ്ങൾ ജയിക്കാത്തതിൻ്റെ ദേഷ്യമാണ്. ജയിപ്പിക്കേണ്ട ജനങ്ങളാണ്. അതിൻ്റെ 2020 പാർട്ടി കാരണക്കാരനായി നിങ്ങൾക്കൊരു സീറ്റും കിട്ടി, BJP ഒരു സീറ്റും കിട്ടി. എന്നിട്ട് നിങ്ങൾ ദുർവാശിയാണ് കാണിച്ചത്. റിപ്പോർട്ടർ ചാനലിൻ്റെ ന്യൂസ് ചാനലിൽ ഇരുന്ന് വോട്ടെണ്ണുന്ന സമയത്ത് ഞാൻ വിജയിച്ചത് കാണിക്കുമെന്ന് പറയൂ എന്നുള്ള അത്ര ഉറപ്പൊന്നും കൊടുക്കരുത് ആർക്കും. കാരണം അതൊക്കെ ഇച്ചിരി കൂടിപ്പോയി. ഓവർ ഷൈനിങ് ജനങ്ങൾ അംഗീകരിക്കുകയില്ല. ഓവർ ഷൈനിങ് ഒരിക്കലും കാണിക്കുകയില്ല. അത് ജനങ്ങൾ അംഗീകരിക്കില്ല. ജനങ്ങൾക്ക് ഓവർ ഷൈനിങ് അല്ല വേണ്ടത്. ജനങ്ങൾക്ക് ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു നേതാവിനെയാണ് വേണ്ടത്. പക്ഷേ അത് ആദ്യത്തെ അഖിൽമാരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയെ ചിലപ്പോൾ ജനങ്ങൾ അംഗീകരിച്ചേനെ. പക്ഷേ രണ്ടാമത് രൂപം മാറി 2ാം വേഷം വന്നപ്പോഴത്തേക്കും താങ്കളെ ഒരു കാരണവശാലും ജനങ്ങൾ അംഗീകരിക്കാത്ത അവസ്ഥയായി. ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി താങ്കൾ ഇരുന്ന് എന്തൊക്കെയോ കുറയ്ക്കുന്നു എന്നേ ജനങ്ങൾ ഇനി പറയുള്ളൂ. അല്ലാതെ ജനങ്ങൾ താങ്കളുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ചിന്തിക്കുകയില്ല. അപ്പം താങ്കളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണമെങ്കിൽ അഖിൽമാരാർ ഇനിയും മാറണം. ഹാഷ്മിയെ പോലുള്ള ഒരു വ്യക്തിയുടെയൊക്കെ അടുത്ത് ചെന്ന് തങ്ങൾ ഒരു സിംഹത്തിൻ്റെ മടയിലൊക്കെ ചെന്ന് വിട്ടിട്ട് പിന്നെ ഇൻസ്റ്റാഗ്രാം വഴി ഒരു വീഡിയോ ഇട്ട് അത് പകുതി ജനങ്ങൾ എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം അത് വളരെ മ്ലേച്ഛമായ ഒരു രീതിയാണ് എനിക്ക് തോന്നിയത്. അതേസമയം നിങ്ങൾ സമൂഹത്തോടാണ് തുറന്നു പറയേണ്ടത്. അവിടെ ഇരുന്ന് തന്നെ താങ്കൾ വിറയ്ക്കാതെ ആ അഭിമുഖത്തിൽ താങ്കൾ വിറയ്ക്കാതെ ഹാഷ്മി എന്ന് വിളിക്കാതെ അത് കൃത്യമായി എനിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള ചങ്കൂറ്റം കാണിക്കാൻ ആ മാധ്യമത്തോട് പറയണം. എന്നിട്ട് താങ്കൾക്ക് സമയം ചോദിച്ച് താങ്കൾ വ്യക്തമായിട്ട് അത് ഒരു വ്യക്തമായ രീതിയിൽ പറയണം. 4 ലക്ഷം രൂപ എന്നല്ല, ഇപ്പോൾ 6 ലക്ഷം രൂപ പാർട്ടിക്കാർ തന്നാലും താങ്കൾ പറയുകയുണ്ടായി 4 ലക്ഷം രൂപ തന്നു, അതിന് കണക്ക് കാണിക്കണം. എവിടെയാണെങ്കിലും ഒരു ഇലക്ഷൻ നിൽക്കുമ്പോൾ ബാനർ ഒട്ടിച്ചാലും പോസ്റ്റർ ഒട്ടിച്ചാലും പിന്നെ അതിന് വേണ്ടി ഉള്ള ചിലവിനെല്ലാം കണക്ക് കാണിക്കണം. അതാണ് ഒരു പാർട്ടി നമുക്കൊരു ഫണ്ട് തരുമ്പോൾ അതിന് കണക്ക് കാണിക്കണം. കണക്ക് കാണിക്കാൻ എന്തായാലും ഇരിക്കാൻ പറ്റില്ല. അത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. താങ്കൾ ആ ന്യൂസിൻ്റെ അവിടെ ഇരുന്ന് പറഞ്ഞത് അതിന് കണക്കുണ്ടെന്ന്. എല്ലാ കാര്യങ്ങൾക്കും കണക്കില്ലേ. താങ്കൾ ഒരു കാറ് മേടിക്കുന്നു, താങ്കളുടെ വീട് വെക്കുന്നു, ഇതിനെല്ലാം താങ്കൾക്കും കണക്കില്ല എന്ന് പറഞ്ഞ പോലെ പാർട്ടി പ്രവർത്തകർക്ക് എന്ത് ഫണ്ട് ചിലവാക്കുന്ന അതിനൊരു കണക്കുണ്ട്. അപ്പോൾ അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അഖിൽമാരാർ ചീപ്പ് പബ്ലിസിറ്റി ആയിട്ട് മുന്നോട്ട് പോകുന്നെങ്കിൽ ഇനിയും ജനങ്ങൾ നിങ്ങളെ വെറുക്കുകയേ ഉള്ളൂ. അല്ലെങ്കിൽ ജനങ്ങളുടെ ഒപ്പം നിൽക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജനങ്ങളുടെ പ്രശ്നം പഠിച്ചതിന് ശേഷം ആ പ്രശ്നത്തിലേക്ക് കൂടുതലായിട്ട് വീക്ഷിക്കുകയും കൂടുതലായിട്ട് മാധ്യമങ്ങളിലേക്ക് ഇറങ്ങി വരികയും ചെയ്താൽ മതി. എന്ന് വെച്ചാൽ നിങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള നിങ്ങൾ ഒരുപാട് യൂട്യൂബ് വീഡിയോകൾ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ള പ്രശ്നങ്ങളെ നിങ്ങൾ ജനങ്ങളുടെ കൂടെ നിന്ന് അത് വീഡിയോ ആയിട്ട് പുറം ലോകത്തോട്ട് എത്തിച്ചാലും മതി. അങ്ങനെ എത്തിച്ചാൽ തന്നെ ജനങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനം ഉണ്ടാവില്ല. ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളിലേക്ക് പോയി ചാടിയിട്ട് പിന്നെ അതിനൊരു പബ്ലിസിറ്റി ഉണ്ടാക്കിയെടുക്കുന്നതിനോട് ഒരാൾക്കും ഒരു മമത കാണില്ല.
അതുകൊണ്ട് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. കാരണം നിങ്ങളെപ്പറ്റി നല്ല രീതിയിൽ നല്ല രീതിയിലുള്ള ആൾക്കാരും ഉണ്ട്. അവർക്കും നിങ്ങൾ നിരാശയാണ് സത്യം പറഞ്ഞാൽ കൊടുക്കുന്നത്. കാരണം ഒരു പാർട്ടിയിൽ നിന്ന് ഇറങ്ങി വേറൊരു പാർട്ടിയിൽ കയറി അവിടെ സീറ്റും കിട്ടിക്കഴിഞ്ഞ് ആ പാർട്ടിയെ തള്ളി പറയുക എന്ന് പറഞ്ഞാൽ അത് ഒരുമാതിരി നമ്മുടെയൊക്കെ നാട്ടിൽ പറയുക എന്ന് പറഞ്ഞാൽ ഒരു എൻ്റെയൊക്കെ ഇവിടെ പറയാന്ന് പറഞ്ഞാൽ തന്തയ്ക്ക് പറക്കാഴി എന്നാണ് പറയുന്നത്. ഞാനങ്ങനെ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതങ്ങനെ ഒരു രീതിയിലേക്ക് ആണ് താങ്കൾ ഇപ്പോൾ കാണിക്കുന്നത്. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം എന്താണെന്ന് വെച്ചാൽ കുറഞ്ഞ പക്ഷം ജനങ്ങളിലേക്കുള്ള ചിന്തയിലും താങ്കൾ മാറണം. കാരണം ജനങ്ങളാണ് താങ്കളെ ഈ ബിഗ് ബോസ് വരെ എത്തിച്ചതെന്ന് ഓർക്കണം. അല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നിന്നിട്ടുമല്ല. താങ്കളുടെ കഷ്ടപ്പാടും ജനങ്ങളുടെ പിന്തുണയുള്ളത് കൊണ്ടാണ് താങ്കൾ ബിഗ് ബോസ് വരെ എത്തിയത്. അല്ലെങ്കിൽ എത്തില്ല. അത് ചെറിയൊരു കാര്യം താങ്കളുടെ മൂള വെച്ചൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ജനങ്ങളുടെ അടുത്ത് തന്നെ താങ്കൾക്ക് ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ സീറ്റുണ്ട്. അതിന് തൃക്കാക്കര MLA ആയിട്ട് താങ്കൾക്ക് ധൈര്യമായിട്ട് നിയമസഭയിൽ കയറായിരുന്നു. അതിൻ്റെ നിയമസഭയിൽ കയറാൻ പറ്റാത്തതിൻ്റെ ഒരു ചുരുക്ക് കാണിക്കുന്നത് ഇങ്ങനെയല്ല. ഒരു പാർട്ടി ആ പാർട്ടി സീറ്റ് തരികയും ആ പാർട്ടിയിൽ നിന്ന് നിങ്ങൾ ഒഴിവായി പോവുകയും ചെയ്യുന്നത് അതെങ്ങനെയാണ് താങ്കൾക്ക് ഇങ്ങനെ സാധിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. എനിക്കതുകൊണ്ട് ഇത്രയും അവസാനമായിട്ട് പറയാനുള്ളൂ. നാടിൻ്റെ നന്മ ആഗ്രഹിക്കുന്നെങ്കിൽ ജനങ്ങളുടെ കൂടെയാണ് നിൽക്കേണ്ടത്. ജനങ്ങളുടെ കൂടെ നിൽക്കണമെങ്കിൽ പാർട്ടിയുടെ പിന്തുണ വേണ്ട. അവരുടെ കഷ്ടപ്പാട് മനസ്സിലാക്കി അവരുടെ കഷ്ടപ്പാടിൽ നമ്മളെ കൊണ്ട് എന്ത് സഹായിക്കാൻ പറ്റും എന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ചെറിയൊരു കാര്യം കൂടി, 1 രൂപയ്ക്ക് അതിൻ്റേതായ വിലയുള്ളൂ. പക്ഷേ 1 രൂപ 1 ലക്ഷം ആൾക്കാരുടെ കയ്യിലിരുന്നാൽ 1 ലക്ഷം രൂപ എന്ന് വാല്യൂ ഉണ്ട്. അതുകൊണ്ട് 1 രൂപയും ചെറുതല്ല എന്ന് ചിന്തിക്കുക. ലക്ഷങ്ങളുടെ പുറകെ ഓടുന്നതിന് മുമ്പ് 1 രൂപ ഉണ്ടാക്കാനുള്ള തൻ്റെ ഇടം കാണിച്ചിട്ട് ഓടുക. അല്ലാതെ കുറേ റീച്ച് ഉണ്ടാക്കി കുറേ യൂട്യൂബിൽ നിന്നും അല്ലെങ്കിൽ കുറേ ഇതിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും കുറേ പൈസ കിട്ടുന്നു, അല്ലെങ്കിൽ അത് റീച്ചാണ് എന്ന് ചിന്തിച്ച് എന്തും വായിൽ തോന്നുന്നത് അയൽമാരാർ ഇനിയെങ്കിലും വിളിച്ചു പറയാതിരിക്കുക. അത് നിങ്ങൾ കാണിക്കുന്ന, സത്യം പറഞ്ഞാൽ പുതിയ തലമുറയ്ക്കൂടെ ഒരു ഉപദേശമല്ല കാണിക്കുന്ന ഉപദ്രവമാണ്. അതുകൊണ്ട് ചിന്തിക്കുക, ചിന്തിച്ച് വാക്കുകൾ ഉപയോഗിക്കുക. വാക്കുകൾ ചിലപ്പോൾ കൂടിയാൽ വാളിനേക്കായാലും മൂർച്ചയുണ്ടാവും. അത് ജനങ്ങൾ അംഗീകരിക്കണമെന്നില്ല. സപ്പോർട്ട് ചെയ്യുക, സബ് ചെയ്യുക, ലൈക്കും കമൻറ്റുമായി മറുപടി നൽകുക. നന്ദി.